ഉസ്ബെക്കിസ്ഥാനിലെ ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 1ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ സാവരിയ ബസത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. തുടക്കത്തിൽ ഇതൊരു വ്യക്തിപരമായ തർക്കത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ കൊലപാതകമാണ് എന്നാണ് വാർത്തകൾ വന്നത്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതാണ് മരണകാരണമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മതപരിവർത്തന ശ്രമത്തിന്റെയും അതിക്രൂരമായ ആക്രമണത്തിന്റെയും അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ചില ആസൂത്രിത പ്രവർത്തനങ്ങളുടെയും ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാവരിയയുടെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചതനുസരിച്ച് സാവരിയയെ പ്രതിയായ സദറുൽ അനം തന്റെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും തുടർന്ന് പലതവണ മതം മാറാൻ ആവശ്യപ്പെടുകയും ഇതിന് സഹപാഠികൾ സാക്ഷികളാണ് എന്നും മതം മാറാൻ തയ്യാറാകാതിരുന്ന പെൺകുട്ടിയെ അതിക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും കാലുകൾ മുതൽ തലവരെ തല്ലിച്ചതച്ച് ക്രൂരമായ ആക്രമണത്തിനും പീഡനങ്ങൾക്കും ഒടുവിലാണ് സാവരിയ എന്ന പെൺകുട്ടിയെ കൊല ചെയ്യപ്പെട്ടതെന്നും കുടുംബം ആരോപിക്കുന്നു. കുട്ടിയുടെ ശരീരമാസകലം മർദ്ദനമേറ്റിരുന്നുവെന്ന ബന്ധുക്കളുടെ ആരോപണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠനമെന്ന കോളേജിൻ്റെ കേരളത്തിലെ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പരസ്യത്തിൽ പോലും വ്യക്തമാക്കിയിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൊലപാതകവുമായി കുടുംബം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കാൻ അന്വേഷണ സംഘം സഹപാഠികളുടെ മൊഴികളും ഫോൺ സന്ദേശങ്ങളും ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുന്നത് അനിവാര്യമായിരിക്കുകയാണ്. സാവരിയ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലും ആ കുടുംബത്തിലും തിരുത്താനാകാത്ത വലിയ ദുരന്തമാണ് സംഭവിച്ചത്. എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾക്ക് ഈ സംഭവം കാരണമായിരിക്കുകയാണ്. ഇസ്ലാമിക അന്തരീക്ഷത്തിൽ MBBS പഠിക്കാമെന്ന പരസ്യവുമായി ILM എന്ന കോട്ടക്കലിലെ ഏജൻസിയാണ് ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്തതെന്ന് സൂചിപ്പിക്കുന്ന പത്രപരസ്യം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. ഇതേ കോളേജിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി തെക്കൻ ജില്ലകളിൽ നൽകിയിരിക്കുന്ന പരസ്യങ്ങളിൽ മതപരമായ സൂചനകൾ ഇല്ലാതെയുള്ള പരസ്യമാണ് കൊടുത്തിരിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇത് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. സാവരിയ ബസത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കെയാണ് കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളും അന്വേഷണ പുരോഗതിയും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. അതേസമയം സാവരിയ കൊലപാതകത്തിന് പിന്നിൽ ലവ് ജിഹാദ് ആണ് എന്ന ആരോപണവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിനിയായ സാവരിയെ സഹപാഠിയായ സദറുൽ അനം മതം മാറാൻ നിർബന്ധിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഇതിന് വഴങ്ങാത്തതുകൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നും VHP വക്താവ് വിനോദ് ബസാൽ ആരോപിച്ചു. സാവരിയ ബസത്തിന്റെ മരണം ഒരു കുടുംബത്തിന്റെ തീരാനഷ്ടം മാത്രമല്ല, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംരക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചും സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട സാഹചര്യം കൂടിയാണ് ഉളവായിരിക്കുന്നത്. സാവരിയയ്ക്ക് നീതി ലഭിക്കട്ടെ. യഥാർത്ഥ വസ്തുതകൾ എത്രയും വേഗം പുറത്തു വരട്ടെ.